Hello dear students, welcome to Lakshya School Bus. Myself Kabir, your computer application faculty. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജിനകത്തെ SQL-നകത്തെ ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്ന കമാൻഡ് ആണ്. എങ്ങനെയാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ജസ്റ്റ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന മാത്രമാണ് നമ്മൾ പറയുന്നത്. ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ. അപ്പോൾ ഇതൊരു DDL കമാൻഡ് ആണ്, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിനകത്ത് വരുന്ന കോമ്പണന്റിനകത്ത് വരുന്ന ഒരു കമാൻഡ് ആണ് ക്രിയേറ്റ് ടേബിൾ കമാൻഡ് എന്ന് പറയുന്നത്. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡ് ആണ് ക്രിയേറ്റ് ടേബിൾ കമാൻഡ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഏത് കമാൻഡ് ഉപയോഗിച്ചിട്ടാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്ന കമാൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ എ ടേബിൾ ആണ്. ഒരു ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡിനെയാണ് എന്ത് പറയുന്നത്, ക്രിയേറ്റ് ടേബിൾ കമാൻഡ്. അപ്പോൾ അതിന്റെ സിന്റാക്സ് ഓർത്തു വെക്കുക. അപ്പോൾ ടേബിളുമായി ബന്ധപ്പെട്ട് ആ ഒരു ടേബിളിന്റെ പേര് നമ്മൾ അതിനകത്ത് കൊടുക്കും. മാത്രമല്ല അതിനകത്ത് എത്ര സെല്ലുകൾ വേണം, അല്ല എത്ര കോളംസ് ആണ് വേണ്ടത്, ആ കോളത്തിന്റെ പേര് നമ്മൾ കൊടുക്കും. അപ്പോൾ അതിന്റെ സിന്റാക്സ് ഓർത്തു വെക്കണം. അപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡിന്റെ പേരാണ് ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്ന കമാൻഡ്. ഓക്കെ, അപ്പൊ ക്രിയേറ്റ് ടേബിൾ, അപ്പൊ നെയിം ഓഫ് ദി കോളം കൊടുക്കണം, അതുപോലെ തന്നെ ഡാറ്റ ടൈപ്പ് ഉണ്ട്, അതിന്റെ സൈസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ സിന്റാക്സ് എങ്ങനെയാണ് പറയുന്നത്, അതായത് ടേബിൾ നെയിം കൊടുക്കണം, നെയിം ഓഫ് ദി ടേബിൾ കൊടുക്കണം, ഗിവിംഗ് ദ കോളം ഡെഫിനിഷൻസ്, എത്ര കോളം വേണം, ആ കോളത്തിന്റെ പേരുകൾ, അതിന്റെ ഡാറ്റ ടൈപ്പ്, കൺസ്ട്രെയിൻസ്. അപ്പൊ ഈ സിന്റാക്സ് നിങ്ങൾ ഓർത്തു വെക്കണം. ഈ ഒരു സിന്റാക്സ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് പഠിക്കണം, ഈ ഒരു സിന്റാക്സ് നിങ്ങൾ പഠിച്ചേ പറ്റൂ. ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം പറയുന്നു, കോളം നെയിം പറയുന്നു, ക്രിയേറ്റ് ടേബിൾ നെയിം പറയുന്നു. ടേബിൾ നെയിം എന്താണോ ആ ടേബിൾ നെയിം പറയും. യൂസർ ഡിഫൈൻഡ് ആണ്, നമുക്ക് ഇഷ്ടമുള്ള ടേബിൾ നെയിം നമുക്ക് പറയാം. അതിന്റെ എത്ര കോളം നെയിം പറയുന്നു, ആ കോളത്തിന്റെ ഡാറ്റ ടൈപ്പ് പറയുന്നു. പിന്നെ അതിന്റെ കൺസ്ട്രെയിൻസ് നമുക്ക് 5 ടൈപ്പ് കൺസ്ട്രെയിൻസ് ഉപയോഗിക്കുന്നത്. നോട്ട് നൾ, ഡിഫോൾട്ട്, പ്രൈമറി കീ, യുണീക്ക്, അതുപോലെ തന്നെ ഓട്ടോ ഇൻക്രിമെന്റ് എന്ന് പറയുന്ന 5 കൺസ്ട്രെയിൻസ് ഉപയോഗിക്കും. അതിൽ ഏതെങ്കിലും കൺസ്ട്രെയിൻ റൂളാണ്. ആ ഒരു സെല്ലിനകത്ത് എന്ത് ഡാറ്റയാണ് വരേണ്ടത്, ആ ഡാറ്റ വരണം എന്ന് പറയുന്ന ഒരു റൂളിനെയാണ് എന്ത് പറയുന്നത്, കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. കൺസ്ട്രെയിൻ നിർബന്ധമായിട്ട് ആ കൺസ്ട്രെയിൻ പഠിച്ചു പോകണം. അപ്പൊ ഇവിടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സിന്റാക്സ് ആണ് പഠിക്കേണ്ടത്. നെക്സ്റ്റ് അടുത്ത കോളം നെയിം, എത്ര കോളം നെയിം ഉണ്ടോ ആ ഡാറ്റ നമുക്ക് പറയാം, ആ കോളം. അപ്പൊ ഇവിടെ ഈ സിന്റാക്സിനകത്ത് മാത്രമാണ് ഇങ്ങനെ കൊടുക്കുക, അല്ലാതെ ഈ സിമ്പിളൊക്കെ കൊടുക്കണം എന്താണ്, സിന്റാക്സിനകത്ത് കൊടുക്കുക, അല്ലാത്തടത്ത് ആ സിമ്പിൾ കൊടുക്കില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ സിമ്പിൾ ഒന്നും കൊടുക്കില്ല. അതായത് ഇത് നിർബന്ധമായിട്ട് ഈ ഒരു സാധനം വേണമെന്നാണ്. ഓപ്ഷണൽ പറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ആംഗിൾ ബ്രാക്കറ്റ് കൊടുക്കണം. എന്താണ് ആംഗിൾ ബ്രാക്കറ്റിന്റെ കൂടെ എന്ത് പറയുന്നുണ്ട്, ഈ സ്ക്വയർ ബ്രാക്കറ്റ് പറയുന്നത്. സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വേണമെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി എന്നാണ് അതിന്റെ അർത്ഥം. ആവശ്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. പക്ഷേ നിർബന്ധമായിട്ട് ഒരെണ്ണം എന്തായാലും, ഒരു ടേബിളിനകത്ത് ഒരു സെൽ എന്തായാലും വേണമല്ലോ. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സിന്റാക്സ് നിങ്ങൾ ഓർത്തു വെക്കുക. ക്രിയേറ്റ് ടേബിൾ, ഇപ്പൊ നമുക്കൊരു ടേബിൾ ഉണ്ടാക്കണം, SQL ടേബിൾ ഉണ്ടാക്കണം. SQL ടേബിളിനകത്ത് ഒരു സിമ്പിൾ ടേബിൾ ആണെങ്കിൽ ഒരു സിമ്പിൾ ടേബിൾ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ടേബിളിനകത്ത് നമുക്ക് 3 ഡാറ്റയുള്ളൂ വിചാരിക്കാം. രജിസ്റ്റർ നമ്പർ, നെയിം, മാർക്ക്. അപ്പോൾ ഇവിടെ ഈ ടേബിളിന്റെ പേര് സ്റ്റുഡന്റ് എന്നാണ്. ഈ ടേബിളിന്റെ പേര് എന്താണ്, സ്റ്റുഡന്റ് എന്നാണ്. അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് ഈ ഡാറ്റ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്രിയേറ്റ് ടേബിൾ നെയിം കൊടുക്കുക. ടേബിൾ നെയിം എന്താണ്, സ്റ്റുഡന്റ് അല്ലേ. ടേബിൾ നെയിം സ്റ്റുഡന്റ് കൊടുക്കുക, ബ്രാക്കറ്റ് തുറക്കുക. ഇതെന്താണ്, രജിസ്റ്റർ നമ്പർ എന്താണ്, അത് എന്ത് ടൈപ്പാണ്, ഡാറ്റ ടൈപ്പ് കൊടുക്കുക. ഡാറ്റ ടൈപ്പ് നമ്പർ ആണെങ്കിൽ നമ്പർ കൊടുക്കുക, ഇൻറ്റിജർ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുക, ഇൻറ്റ് എന്ന് കൊടുക്കുക. ഡാറ്റ ടൈപ്പ് ഇൻറ്റ് കൊടുക്കുക. കൺസ്ട്രെയിൻ വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കൺസ്ട്രെയിൻ കൊടുക്കുക. കൺസ്ട്രെയിൻ എന്താണ്, പ്രൈമറി കീ ആണെങ്കിൽ പ്രൈമറി കീ എന്ന് പറയുന്നു. നെക്സ്റ്റ് അടുത്ത എന്താണ്, നെയിമാണ്. അപ്പൊ നെയിം എന്താണ്, കെയർ ആണെങ്കിൽ കെയർ 15, എത്ര സൈസ് ഉണ്ടോ ആ സൈസ് പറയുന്നു. നെക്സ്റ്റ് കോമ ഇടുന്നു, അടുത്ത കോമ ഇടുന്നു. എന്നിട്ട് എന്താ പറയുന്നത്, അടുത്ത എന്താണ്, മാർക്കാണ്. മാർക്കും അതേപോലെ തന്നെ മാർക്ക് അതിന്റെ ഡാറ്റ ടൈപ്പ് പറയുന്നു, ഇൻറ്റു പറയുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പൊ സിമ്പിൾ ഈ ഒരു കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്ന കമാൻഡാണ് ഉപയോഗിക്കുക. അപ്പൊ നിങ്ങൾ ഇവിടെ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒരു ടേബിളിന് നെയിം കൊടുക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയണം. അപ്പോൾ വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ടേബിൾ വെച്ച് എന്താണ്, ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്ന കമാൻഡ് ആണ്. ഈ സിന്റാക്സ് നിങ്ങൾ നിർബന്ധമായിട്ട് ഈ സിന്റാക്സ് ഓർത്ത് വെക്കുക. ഈ സിന്റാക്സ് നിർബന്ധമായിട്ട് ചോദിക്കും, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളോട് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് പറയുന്നത് റൂൾസ് ഫോർ നെയിമിംഗ് എ ടേബിൾ. ഒരു ടേബിളിനെ നെയിം ഇടുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട റൂൾസ് ആണ്. എന്തൊക്കെയാണ്, ദ നെയിം മേ ബി കണ്ടെയ്ൻ എന്താണ്, A to Z ഉണ്ടാവാം, സ്മോൾ ലെറ്റർ ഉണ്ടാവാം, ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവാം, 0 to 9 ഉണ്ടാവാം, __ ഉണ്ടാവാം, $sign ഉണ്ടാവാം. വേറെ സിമ്പിൾ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല.
ഇത്തരത്തിലുള്ള സിമ്പിൾസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഉപയോഗിക്കാൻ പാടുള്ളൂ. ദ നെയിം മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ ക്യാരക്ടർ. വെറും നമ്പർ വെച്ച് നമ്മൾ എന്തുണ്ടാക്കാൻ പാടില്ല, ടേബിൾ ഉണ്ടാക്കാൻ പാടില്ല. ടേബിളിന് കൃത്യമായിട്ട് എന്തുണ്ടാവണം, അതിനകത്ത് ഒരു അറ്റ്ലീസ്റ്റ് വൺ ക്യാരക്ടർ അതിനകത്ത് ഉണ്ടാവണം. ദ നെയിം മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ വിത്ത് വൈറ്റ് സ്പേസ്, സ്പെഷ്യൽ സിമ്പിൾസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. SQL കീവേഡ്സ് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു പേരിൽ ഒരൊറ്റ ടേബിളെ നമ്മൾ ഉണ്ടാക്കാൻ പാടുള്ളൂ. സ്കൂളിൽ നിന്നൊരു ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറൊരു സ്കൂളിൽ നിന്ന് ടേബിൾ ഉണ്ടാക്കാൻ പാടില്ല. സ്കൂളിൽ നിന്നിട്ട് എന്തുണ്ടാവാൻ പാടുള്ളൂ, ഒരു ടേബിൾ ഉണ്ടാവും. ഒരു നെയിമിൽ ഒരു ടേബിളേ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു റൂൾസ് നമ്മൾ പാലിക്കണം. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത്തരം റൂൾസ് നമ്മൾ എന്ത് ചെയ്യണം, പാലിക്കേണ്ടതുണ്ട്. ഏതൊക്കെ റൂൾസ് നോക്കണം നമ്മൾ? ആ നെയിം ഇടുമ്പോൾ നമ്മൾ A to Z ഉപയോഗിക്കുന്നു, സ്മോൾ ലെറ്റർ ഉപയോഗിക്കാം, ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാം, അണ്ടർസ്കോർ ഉപയോഗിക്കാം, 0 to 9 ഉപയോഗിക്കാം, അതുപോലെ തന്നെ നമ്മുടെ $സൈൻ ഉപയോഗിക്കാം. മാത്രമല്ല നമ്മൾ ഒരു ക്യാരക്ടർ എങ്കിലും ഉണ്ടായിരിക്കണം. ഒരു ടേബിൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് എന്തുണ്ട്, അറ്റ്ലീസ്റ്റ് വൺ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ഓക്കെ. നെയിം നോട്ട് കണ്ടെയ്ൻ വൈറ്റ് സ്പേസ് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ സിമ്പിൾസ് ഉണ്ടാവാൻ പാടില്ല. SQL കീവേഡ്സ് ഉപയോഗിക്കാൻ പാടില്ല. നെയിം ഷുഡ് നോട്ട് ഡ്യൂപ്ലിക്കേറ്റ്, അല്ലെ? മറ്റൊരു ടേബിളിന്റെ പേര് ഒരിക്കലും നമുക്ക് എന്താണ്. അതുപോലെ തന്നെ ഒരു കോളത്തിന് നമ്മൾ ഇട്ടൊരു പേര്, ഈ ഒരു കോളത്തിന് കൊടുത്ത പേര് അടുത്ത കോളത്തിന് നമ്മൾ കൊടുക്കാൻ പറ്റുമോ? കോളത്തിന് കൊടുക്കാൻ പറ്റുമോ? പാടില്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ ഒരു പേര് നിർദ്ദേശിക്കുമ്പോൾ, ഒരു ടേബിളിന് പേരിടുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ സിൻടാക്സ്, ക്രിയേറ്റ് ടേബിൾ ക്രിയേറ്റിന്റെ സിൻടാക്സ്. ഇവിടെ നോക്കൂ, നിങ്ങൾ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഒരു സ്കീമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു സ്കീം പറഞ്ഞിട്ടുണ്ട്. ആ സ്കീമൊക്കെ എന്താണ്? അഡ്മിഷൻ നമ്പർ ഇൻഡിജർ വാല്യൂ ആയിരിക്കണം. അഡ്മിഷൻ നമ്പർ ഇൻഡിജർ ആയിരിക്കണം. നെയിം സ്ട്രിംഗ് ഓഫ് 20 ക്യാരക്ടേഴ്സ് ആയിരിക്കണം. ജെൻഡർ. അപ്പൊ നമുക്ക് ഇങ്ങനെയാവും ക്വസ്റ്റ്യൻ തരിക. ഇങ്ങനെ ഒരു എന്ത് തരുന്നു, നമുക്ക് ഒരു സ്കീമ തരുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ഡേറ്റ് ടൈപ്പ് ആണ്, കോഴ്സ് ഉണ്ട്, സ്ട്രിംഗ് 15 ക്യാരക്ടേഴ്സ് ആണ്, ഫാമിലി. അപ്പൊ ഇത് വെച്ചിട്ട് ഒരു ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നോക്കൂ നിങ്ങൾ. ക്രിയേറ്റ് ടേബിൾ നെയിം എന്താ പറയുന്നത്? സ്റ്റുഡന്റ്. ടേബിളിന്റെ ഇതിന്റെ പേരെന്താണ്? ഈ ടേബിളിന്റെ പേരെന്താണ്? സ്റ്റുഡന്റ് എന്നാണ് ഈ ടേബിളിന്റെ പേര്. ഓക്കെ. എന്താണ് അഡ്മിഷൻ നമ്പർ? അപ്പൊ നമ്മളിങ്ങനെ അഡ്മിഷൻ നമ്പർ ഇൻഡിജർ ആണ്. ഇൻഡിജർ കണ്ടോ, ഇൻഡ്. അഡ്മിഷൻ നമ്പർ എന്താണ്? ഇൻഡ് കൊടുത്തു. നെയിം കൊടുത്തു. നെയിം അടുത്ത കോളത്തിന്റെ നെയിം എന്താ? നെയിം എന്താ? വാർക്കെയർ ആണ്. അപ്പൊ ഡാറ്റ ടൈപ്പ് കാറും ഉണ്ട്, വാർക്കെയറും ഉണ്ട്. ഡാറ്റ ടൈപ്പ് എന്താണ്? കാറും ഉണ്ട്, വാർക്കെയറും ഉണ്ട്. അപ്പൊ വാർക്കെയർ ഓഫ് 20 ആണ്. ഡാറ്റ ടൈപ്പ് എന്താ? വാർക്കെയർ ഓഫ് 20 ആണ്. വാർക്കെയർ ഓഫ് 20 പറയുമ്പോൾ എന്താ? ഇവിടെ നമുക്ക് 20 വരെ പോവാം. രണ്ട് ടൈപ്പ് ഡാറ്റ, മെയിൻലി ആയിട്ട് ക്യാരക്ടർ ഡാറ്റ രണ്ട് ടൈപ്പ് ഉണ്ട്. ക്യാരക്ടർ ഡാറ്റ രണ്ട് ടൈപ്പിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒന്ന് കെയറിലും വാർക്കെയറിലും. അത് ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ വാർക്കെയർ 20 ആണ് കൊടുത്തത്. നെക്സ്റ്റ് ജെൻഡർ. ഇവിടെ എന്താ ജെൻഡർ എന്താ പറയുന്നത്? സിംഗിൾ ക്യാരക്ടർ. അപ്പൊ കെയറിന് മാത്രം കൊടുത്താൽ മതി. നമ്മൾ എന്ത് പറയേണ്ട ആവശ്യമില്ല, സൈസ് പറയേണ്ട ആവശ്യമില്ല. കണ്ടോ, സൈസ് പറയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് DOB എന്താ? DOB ഡേറ്റ് ആണ്. DOB എന്താണ്? DOB എങ്ങനെ കൊടുത്തു? ഡേറ്റ് ഡാറ്റ ടൈപ്പ് ആണ് കൊടുത്തത്. കോഴ്സ് എന്താ? വാർക്കെയർ 15 ആണ്. വാർക്കെയർ അപ്പൊ അത് കൺസ്ട്രെയിൻ ആണ്. കൺസ്ട്രെയിൻ ഡാറ്റ ടൈപ്പ് ഓർത്ത് വെക്കണം. ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഡാറ്റ ടൈപ്പ് പഠിക്കണം. ഡാറ്റ ടൈപ്പ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഡാറ്റ ടൈപ്പ് പഠിച്ചത് എന്തൊക്കെ ഡാറ്റ ടൈപ്പ് ഉണ്ട്? ഇൻഡ് ഉണ്ട്, ഡെസിമൽ ഉണ്ട്, ഇൻഡിജർ ഉണ്ട്, ഡെസിമൽ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? കെയർ ഉണ്ട്, വാർക്കെയർ ഉണ്ട്, ഡേറ്റ് ഉണ്ട്, ടൈം ഉണ്ട്. അത് ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഏത് ഡാറ്റയാണോ സ്പെസിഫൈ ചെയ്യേണ്ടത് ആ ടൈപ്പ് നമ്മളോട് പറയാ. എഫ് ഇൻകം, ഫിനാൻഷ്യൽ ഇൻകം എന്താണ്? ഇൻഡ്. അപ്പൊ ഈ ഒരു ടേബിൾ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക. ഈ ടേബിൾ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക. ഈ ടേബിളിന്റെ പേരെന്താണ്? 1 2 3 4 5 6 കോളം ഉണ്ട്. 6 കോളം ഉണ്ട് ഇതിനകത്ത്. ഈ ടേബിളിനകത്ത് എത്ര കോളം ഉണ്ട്? 6 കോളം ഉണ്ട്. ഒന്നാമത്തെ കോളം എന്താണ്? അഡ്മിഷൻ നമ്പർ ആണ്. അപ്പൊ അഡ്മിഷൻ നമ്പർ ഉണ്ടായി. അടുത്ത കോളം എന്താ? നെയിം ആണ്. അടുത്ത കോളം എന്താ? ജെൻഡർ ആണ്. അടുത്ത കോളം എന്താ? DOB ആണ്. അടുത്ത കോളം എന്താ? കോഴ്സ് ആണ്. അടുത്ത കോളം എന്താ? എഫ് ഇൻകം. അപ്പൊ ഇത്രയും കോളംസ് ഉണ്ടാകുന്ന ഒരു ടേബിൾ ഉണ്ടാക്കാൻ സിമ്പിൾ ആണ്. അപ്പൊ ടേബിൾ ഉണ്ടാക്കാൻ നിങ്ങൾ എന്താണ്? അതിന്റെ സിൻടാക്സ് കൃത്യമായിട്ട് പഠിക്കുക. ക്രിയേറ്റ് ടേബിൾ നെയിം, ക്രിയേറ്റ് ടേബിൾ നെയിം, കോളം നെയിം ഡാറ്റ ടൈപ്പ് കൺസ്ട്രെയിൻ. അപ്പോൾ ഒരു കോളം കിട്ടി നമുക്ക്. ഈ ഒരു കോളം കിട്ടി. അടുത്ത കോളം പറയാൻ എന്താണ്? കോളം നെയിം ഡാറ്റ ടൈപ്പ് കൺസ്ട്രെയിൻ. കണ്ടോ, കോളം നെയിം ഡാറ്റ ടൈപ്പ് കൺസ്ട്രെയിൻ. കോളം നെയിം ഡാറ്റ ടൈപ്പ് കൺസ്ട്രെയിൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. കോളം നെയിം ഡാറ്റ ടൈപ്പ് കൺസ്ട്രെയിൻ വേണമെങ്കിൽ പറയാം. കൺസ്ട്രെയിൻ ഉപയോഗിച്ചുള്ള ടേബിൾ ഉണ്ടാകും. അപ്പോൾ കൺസ്ട്രെയിൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ. കൺസ്ട്രെയിൻ റൂൾ ആണ്. ഒരു ടേബിളിന്റെ കോളത്തിനകത്ത് നമ്മൾ എൻഫോഴ്സ് ചെയ്യുന്ന റൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ കൺസ്ട്രെയിൻസ് ഇവിടെ പറയാൻ കാരണം ടേബിൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും കൺസ്ട്രെയിൻസ് നമ്മൾ ഉപയോഗിക്കും. അപ്പൊ കൺസ്ട്രെയിൻ ആർ ദ റൂൾസ് എൻഫോഴ്സ്ഡ് ഓൺ ഡാറ്റ ദാറ്റ് ആർ എൻറ്റേർഡ് ഇൻ ടു എ കോളം ഓഫ് എ ടേബിൾ. ഒരു ടേബിളിന്റെ കോളത്തിനകത്ത് നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ പാലിക്കേണ്ട റൂൾസിനെയാണ് എന്ത് പറയുന്നത്? കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഒരു ആക്യുറസി, റിലയബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? എൻഷുവർ ദ ആക്യുറസി ആൻഡ് റിലയബിലിറ്റി. ആ ഡാറ്റ കൃത്യമായ ഡാറ്റ ഉണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ടാണ്. മെയിൻ ആയിട്ടും 5 കൺസ്ട്രെയിൻസ് നമ്മളുണ്ട്. നോട്ട് നള്ള്, ഓട്ടോ ഇൻക്രിമെന്റ്, പ്രൈമറി കീ, ഡിഫോൾട്ട്. നോട്ട് നള്ള് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെല്ലിനകത്ത് ഒരു കോളത്തിനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നോട്ട് നള്ള് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ കോളത്തിനകത്ത് നൾ വാല്യൂ വരാൻ പാടില്ല എന്നാണ്. ഇതിനകത്ത്
ഒരിക്കലും നൾ വാല്യൂ വരാൻ പാടില്ല. ഓട്ടോ ഇൻക്രിമെന്റ് എന്നാൽ നമ്മൾ വാല്യൂ കൊടുത്തില്ല ഓട്ടോമാറ്റിക്കായിട്ട് 1 ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്തു പോകും. അതിനാണ് ഓട്ടോ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ രജിസ്റ്റർ നമ്പർ 1000 കൊടുത്തു വിചാരിക്കാം. നമ്മൾ അടുത്ത രജിസ്റ്റർ നമ്പർ നമ്മൾ നമ്പർ കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ എന്തായി വരുന്നു 1001 ആയിട്ട് വരുന്നു. ഇനി നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നമ്പർ കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായി എടുക്കുന്നു ഡിഫോൾട്ട് ആയിട്ട് 1 ആയിട്ട് എടുക്കുന്നു. അടുത്ത എന്തായാലും 2 ആയിട്ട് എടുക്കുന്നു. നെക്സ്റ്റ് യുണീക്ക് എന്ന് പറയുമ്പോൾ ഒരിക്കലും അതിനകത്ത് സെയിം ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഉണ്ടാവില്ല. ഒരു പേര് ഇപ്പൊ കബീർ എന്ന് പറഞ്ഞ ഒരു പേരുണ്ടെങ്കിൽ രണ്ടാമതൊരു കബീർ ആ ഒരു സെല്ലിനകത്ത് വരില്ല. അതിനാണ് യുണീക്ക് ഉപയോഗിക്കുന്നത്. പ്രൈമറി കീ അറിയാലോ. പ്രൈമറി കീ എന്തിനു വേണ്ടി? ഈ യുണീക്ക് നോട്ട് നള്ളാണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. ആ ഒരു പ്രൈമറി കീ എന്തിനു വേണ്ടിയിട്ടാണ്? യുണീക്കിലെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കോളത്തിലെ ഒരു ടേബിളിനകത്തെ ഡാറ്റയെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ടേബിളിലെ റോനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രൈമറി കീ ഉപയോഗിക്കുന്നത്. ഒരു ടേബിളിനകത്ത് ഒരു സെല്ല് ഒരൊറ്റ കോളം മാത്രമേ നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുള്ളൂ. ഇനി നമുക്ക് ഡിഫോൾട്ട് നമ്മൾ വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ, നമ്മളിപ്പോൾ വാല്യൂ കൊടുത്തില്ല ഡിഫോൾട്ട് ആയിട്ട് എന്തെടുത്തോളും? നമ്മളിപ്പോൾ മെയിൽ ജെൻഡർ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ എന്തെടുക്കുന്നു? മെയിൽ ആയിട്ട് എടുക്കുന്നു. നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് എം കൊടുത്തിട്ടുണ്ടെങ്കിൽ മെയിൽ ആയിട്ട് എടുക്കും. അതിനെയാണ് എന്താ പറയുക ഡിഫോൾട്ട്. അപ്പോൾ ഈ കൺസ്ട്രെയിൻ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ആ ഒരു കൺസ്ട്രെയിൻ വെച്ചൊരു ടേബിളും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ടേബിൾ ഉണ്ടാക്കുന്നത് കംപ്ലീറ്റ് ആവും. നോക്കൂ, നിങ്ങൾ ക്രിയേറ്റ് അതേ ടേബിളിന് തന്നെ നമ്മൾ വീണ്ടും ചെയ്യാണ്. ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ് അഡ്മിഷൻ നമ്പർ ഇൻഡ് പ്രൈമറി കീ. അപ്പോൾ ഇവനെ പ്രൈമറി കീ ആക്കി വെച്ചു. അത് ഓട്ടോ ഇൻക്രിമെന്റ് ആണ്. പ്രൈമറി കീ ഓട്ടോ ഇൻക്രിമെന്റ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ ഇപ്പോൾ ആദ്യത്തെ വാല്യൂ എന്തായി വരും? 1 വരും. ആദ്യത്തെ വാല്യൂ 1 വരുന്നു. നമ്മൾ കൊടുത്തില്ലെങ്കിൽ 1 ആവുന്നു, 2 ആവുന്നു, 3 ആവുന്നു, അങ്ങനെ ഇൻക്രിമെന്റ് ചെയ്തു പോകും. 1 വെച്ച്. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു 1000 കൊടുത്തു വിചാരിക്കാം. നമ്മൾ 1000 കൊടുത്തു വിചാരിക്കാം. ഫസ്റ്റ് വാല്യൂ നമ്മൾ എന്ത് കൊടുത്തു? 1000 കൊടുത്തു വിചാരിക്കാം. രണ്ടാമത് നമ്മൾ വാല്യൂ കൊടുത്തില്ലെങ്കിൽ എന്താ വരിക? 1001 ആയിട്ട് വരും. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നു. നെയിം എന്താണ്? വാർക്കെയർ 20 നോട്ട് നള്ളാണ്. ഒരിക്കലും അവിടെ ഒരു നെയിം എന്തായാലും കൊടുത്തിരിക്കും. നെയിം ഇല്ലാതെ അവിടെ ഒരു കോളം ഒക്യുപ്പൈ ചെയ്യാൻ പാടില്ല. എല്ലാ കോളത്തിനകത്ത് എന്ത് കൊടുക്കണം? നെയിം കൊടുത്തിരിക്കണം. ജെൻഡർ കെയർ ഡിഫോൾട്ട് എം. കണ്ടോ? എം. ഇവിടെ നമ്മൾ വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് എന്തെടുക്കും? എം എടുക്കും. ഡേറ്റ് ഓഫ് ബർത്ത് DOB ഡേറ്റ് ആണ്. വാർക്കെയർ കോഴ്സ് വാർക്കെയർ 15 ആണ്. എഫ് ഇൻകം. ഇങ്ങനെയാണ്. അപ്പോൾ ഒരു ടേബിൾ ഉണ്ടാക്കുക. അപ്പോൾ ടേബിളിന്റെ ആ ഒരു ടേബിളിന്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കൂ. സ്ട്രക്ചർ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞ കമാൻഡാണ് ഉപയോഗിക്കുക. ഒരു ടേബിളിന്റെ സ്ട്രക്ചർ കാണാൻ വേണ്ടി ഉപയോഗിച്ച കമാൻഡാണ് ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞ കമാൻഡ്, അല്ലെങ്കിൽ DESC. അപ്പോൾ ആ സ്ട്രക്ചർ നമ്മൾ ഫസ്റ്റ് എന്താണ്? അഡ്മിഷൻ നമ്പർ ഇൻഡ് ആണ്. നൾ വാല്യൂ ഉണ്ടാവാൻ പാടില്ല. പ്രൈമറി കീ ആണ്. ഡിഫോൾട്ട് ഡിഫോൾട്ട് വാല്യൂ ഇല്ല. ഓട്ടോ ഇൻക്രിമെന്റ് ആണ്. കണ്ടോ? നെയിം എന്താണ്? നെയിമിനകത്ത് എന്താ? വാർക്കെയർ ആണ്. നൾ വാല്യൂ ഉണ്ടാവാൻ പാടില്ല. ജെൻഡർ മേബി നൾ വാല്യൂ ഉണ്ടാവാം. DOB നൾ വാല്യൂ ഉണ്ടാവാം. കോഴ്സ്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിന്റെ ഡിസ്ക്രൈബ് എന്നുള്ള കമന്റ് എന്തിനു ഉപയോഗിക്കുന്നത്? ടേബിളിന്റെ സ്ട്രക്ചർ കാണുവാൻ വേണ്ടിയിട്ടാണ് ഡിസ്ക്രൈബ് ഉപയോഗിക്കുന്നത്. ഡിസ്ക്രൈബ് ഉപയോഗിക്കുന്നതാണ് ടേബിളിന്റെ സ്ട്രക്ചർ കാണുവാൻ വേണ്ടിയിട്ടാണ് ഡിസ്ക്രൈബ് എന്നുള്ള കമന്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ടേബിൾ എങ്ങനെ ഉണ്ടാക്കാം. SQL-നകത്ത് ഒരു ടേബിൾ ഉണ്ടാക്കുന്ന കമന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിന്റെ സിന്റാക്സ് ആണ് നമ്മൾ പറഞ്ഞത്. ആ സിന്റാക്സ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. സിമ്പിൾ ആയിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കാൻ പറ്റും. ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം, കോളം നെയിം പറയാ, അതിന് ഡാറ്റ ടൈപ്പ് പറയാ, കൺസ്ട്രെയിൻ പറയാ. എത്ര കോളം നെയിം ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പെസിഫൈ ചെയ്യും. 3 മാർക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. എങ്ങനെയാണ് SQL-നകത്ത് ഒരു ടേബിൾ എങ്ങനെ ഉണ്ടാക്കുക? അപ്പോൾ ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്ന കമാൻഡ് ആണ് ഉപയോഗിക്കുക. എന്നിട്ട് ടേബിൾ നെയിം പറയുക, കോളം നെയിം പറയുക, ഡാറ്റ ടൈപ്പ് പറയുക, അതിന്റെ കൺസ്ട്രെയിൻ പറയുക. വീണ്ടും അതുപോലെ തന്നെ കോളം നെയിം, ഡാറ്റ ടൈപ്പ്, കൺസ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.